പട്ടണത്തിലുള്ളതായ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കുവാനായിട്ട് പോവുകയാണ് നമ്മുടെ അഷേർ. അദ്ദേഹം ബിരുദധാരിയാണ്. അദ്ദേഹം കയറിയതായ ബസ് പുറപ്പെട്ടു. ഏകദേശം ഒരു 10 കിലോമീറ്റർ പോയപ്പോഴേ ബസ് ബ്രേക്ക് ചെയ്തു ഡ്രൈവർ. എന്നിട്ട് ഡ്രൈവർ ഇപ്രകാരം പറഞ്ഞു, 1 ഇഞ്ചിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല, റോഡ് മുഴുവൻ കുഴിയും കൊണ്ടുമാണ്, അഥവാ വലിയ കർത്തം കണ്ടുപോകപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അദ്ദേഹം ഈ വാക്ക് കേട്ടതും അപ്പോൾ തന്നെ അഷേറിന്റെ തലച്ചോറിനകത്ത് ഒരു മിന്നൽ പിടർ ഉണ്ടായി. താൻ വല്ലാതെ ഭാരപ്പെട്ടു, തന്നെ വല്ലാതെ പരവേശം വരുന്ന പോലെ എനിക്ക് തോന്നി. മാത്രമല്ല, ഈ ബസ്സിനകത്ത് മുഴുവൻ യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പേരും രോഗികളാണ്, കൂടുതൽ പേരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ്, പിന്നെ തൊഴിലാളികളാണ്. ഇങ്ങനെ ബസ് നിറയെ ഇങ്ങനെയുള്ള ജനങ്ങളാണ്. അവരുടെ എല്ലാം മുഖത്ത് വല്ലാത്തൊരു നിരാശ ഉണ്ടാകുവാൻ ഇടയായി. അദ്ദേഹത്തിന് സത്യത്തിൽ ഭരണാധികാരികളോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തോടും ഒരു പുച്ഛവും ഒരു ദേഷ്യവും അദ്ദേഹത്തിന് ഉണ്ടായി. കാരണം വികസനം എന്നുള്ളതിനെ കുറിച്ച് വായുതോരാതെ പ്രസംഗിക്കുന്നതായ ഈ വ്യക്തികൾ ഈ ജനങ്ങളുടെ കഷ്ടപ്പാട് അറിയുന്നില്ലയോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ശ്രദ്ധിക്കണേ, വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സമഗ്രമായ മുന്നേറ്റമായിരിക്കണം. മാത്രമല്ല, വളർച്ച എന്നുള്ളത് അഥവാ ഗ്രോത്ത് എന്നുള്ളത്, അതായത് സംഖ്യയുടെ വർധനവ് ആണ് എങ്കിൽ വികസനം എന്ന് ഉള്ളത്, അതായത് നല്ല റോഡുകൾ, അതുപോലെ ശുദ്ധജല വിതരണം, അതുപോലെ മികവുറ്റ വിദ്യാഭ്യാസം, തൊഴിൽ, അതുപോലെ ആരോഗ്യം, ഇവയെല്ലാം ഉള്ളടക്കം ചെയ്യപ്പെട്ടതായിരിക്കണം വികസനം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. അതായത് വികസനത്തിന് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവയാണ്. അത് ഒന്നും ഇവിടെ നടപ്പാകുന്നില്ലല്ലോ എന്നുള്ള അർത്ഥപ്പെട്ട് എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. മാത്രമല്ല, അവയുടെ ലഭ്യതയും അഥവാ നല്ല റോഡുകളുടെയും അതുപോലെ തന്നെ നല്ല വെള്ളത്തിൻ്റെയും അതുപോലെ അതിൻ്റെ ലഭ്യതയും സംരക്ഷണവും ചിട്ടയായുള്ള ഉപയോഗവും സകല മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. അത് ഇല്ല എങ്കിൽ അങ്ങനെയുള്ളതായ രാജ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ സംസ്ഥാനം നാശത്തിലേക്ക് കൂപ്പുകുത്തുവാനിടയായിത്തീരും. അങ്ങനെ ഇന്നത്തെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു എന്ന് കരുതി ഇദ്ദേഹം ഇങ്ങനെ പുറകുറുക്കുന്ന സമയത്താണ് ഒരു വയോധികനായ മനുഷ്യൻ വന്നിട്ട് അഷേറിന്റെ തോളത്ത് തട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രതീക്ഷ മങ്ങിയ സ്ഥാനത്ത് അഥവാ പ്രത്യാശയുടെയും ഉന്മേഷത്തിന്റെയും വാഗ്ദാനം വിശുദ്ധ ബൈബിൾ പ്രസിദ്ധം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം ഒരു വാക്യം അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അതായത് യെശയ്യാ 34 അധ്യായം അതിന്റെ 18-19 വാക്യമാണ്. മുമ്പുള്ളവയെ അതായത് നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ ഉത്ഭവിക്കുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും അതുപോലെ നിർജ്ജന പ്രദേശത്ത് നദികളും ഞാൻ ഉത്ഭവിപ്പിക്കും എന്ന് ഉള്ളതായ ദൈവവചനം ഇദ്ദേഹത്തെ, അതായത് അഷേറിനെ, ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞ് മനസ്സിലാക്കി. അതെ, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം അതീതമായിട്ട്, അതിലെല്ലാം അപ്പുറമായിട്ട് ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട് എന്നുള്ള കാര്യം മറന്നു. നിരാശ വേണ്ട, സാഹചര്യം ഓർത്ത് പഴിക്കുകയും വേണ്ട. നമുക്ക് പുതിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ഇന്നും ഇന്നലെയും എന്നും അനന്യ